വളരെയധികം ഡിപ്രഷനിൽ പോവും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും, ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലാം 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 താറുമാറും. ആൻഡ് നമ്മൾ ഇനി ക്യാൻസർ പേഷ്യൻസിലേക്ക് വരുമ്പോൾ അവരുടെ ലൈഫിൽ എസ്പെഷ്യലി സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ശേഷം ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു ഇൻസിഡൻ്റ് ആണത്. ആൻഡ് ഈ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? രണ്ടും രണ്ട് കാര്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരടത്തിൽ ക്യാൻസർ വരുന്നു. കേരളത്തിൽ അധികമായി വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ്. കാര്യം എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ചികിത്സ എന്താണ്? ആ അഫക്റ്റഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒഴിവാക്കാം. അതാണ് ക്യാൻസറിൻ്റെ ചികിത്സ. അത് ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സയാണ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞ് ആ ഒരു ലേഡിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ഡിപ്രഷനിൽ പോവും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും, ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലാം 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 താറുമാറും. പ്ലാസ്റ്റിക് സർജറിയുടെ നൂതനമായ ടെക്നിക്ക്, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ആ ബ്രസ്റ്റ് ഭാഗികമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ബ്രസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.